എല്ലാവർക്കും എക്സാഫൈനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ CBSE +2 എക്സാം സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളൊരു ടേമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നോ നെറ്റ് ലോസിൽ നിന്നോ ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ് ആസ് പെർ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ ടു പാർട്ട്ണർ, ട്രാൻസ്ഫർ ടു റിസർവ്. ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് നെറ്റ് ലോസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത്രയും ഐറ്റംസ് ആണ് മെയിനായിട്ടും ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പാർട്ട്നേഴ്സിന് പേ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഐറ്റംസ് ആയിക്കോട്ടെ, എങ്ങനെയാണ് നമ്മൾ ഈ പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ പറയുന്നത്. സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഗൈഡഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുക. ബട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ ബേസ് ചെയ്തിട്ടല്ല, ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഈസ് ഗൈഡഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ എഗ്രിമെൻറ്റ്. ഇനി നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ രണ്ട് ടേമുകൾ അറിഞ്ഞിരിക്കണം. നെറ്റ് പ്രോഫിറ്റും ഡിവിസിബിൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റും. Net profit means profit earned from the operating or non-operating activities of a business, and it is a net result of all revenues and expenses determined by preparing profit and loss account. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അതായത് ഒരു ബിസിനസ്സിൻ്റെ മേജർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും ബിസിനസ്സിന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്താണോ അതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന, അതായത് നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, റവന്യൂസും എക്സ്പെൻസസും ആണ്. സോ റവന്യൂസും എക്സ്പെൻസസും റെക്കോർഡ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. സോ അതാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടേമാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഡിവിസിബിൾ പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ദ പാർട്ട്നേഴ്സ് ആഫ്റ്റർ അലോയിങ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ട്രാൻസ്ഫർ ടു റിസർവ് ആൻഡ് ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന, പേ ചെയ്യുന്ന സാലറി, കമ്മീഷൻ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റിസർവിലേക്കുള്ള എമൗണ്ട് മാറ്റി വെക്കുക, പിന്നെ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ഡിവിസിബിൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഡിവിസിബിൾ ലോസ് എന്നും പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു ജനറൽ റിസർവിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മീഷൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനോ ഒക്കെ വരുമ്പോൾ അവിടെ ചിലപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാകുക. സോ ഈ ടേംസ് എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാലേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്കതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ആസ് വി ഓൾറെഡി സെഡ്, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇയർലി ഒരു അക്കൗണ്ടിങ് പീരീഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇയർലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഓൺലി പ്രിപ്പയർഡ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേംസിൽ മാത്രമാണ് നമ്മൾ P&L appropriation അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് ഷോസ് ദി അപ്രോപ്രിയേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ
ദി അക്കൗണ്ടിങ് പീരിയഡ്. ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിലെ നെറ്റ് പ്രോഫിറ്റിനെ അല്ലെങ്കിൽ നെറ്റ് ലോസിൻ്റെ അപ്രോപ്രിയേഷൻ, അതായത് നമ്മൾ എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻട്രീസ് ആർ പാസ്റ്റ് ഗിവിംഗ് ഇഫക്റ്റ് ടു ദി പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ എഗ്രിമെൻറ്റ്. സോ ഇത് മെയിൻലി ഗൈഡഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ആണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ ഇയറിലേക്ക്, ഒരു അക്കൗണ്ടിങ് പീരിയഡിലേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിലാണ് മെയിൻലി ഇത് പ്രിപ്പയർ ചെയ്യുക. മറ്റ് ഫോംസ് ഓഫ് ബിസിനസ്സിലില്ല, പാർട്ട്ണർഷിപ്പിൽ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ നെറ്റ് ലോസിൻ്റെ അപ്രോപ്രിയേഷൻ കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ 2 അക്കൗണ്ടുകൾ പറഞ്ഞു അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് ബാലൻസ് ഷീറ്റിന് മുൻപായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് യൂസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുക. ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഒരു ബിസിനസ്സിന് കിട്ടാൻ സാധ്യതയുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്താണ്? ഈ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിനെ നമ്മൾ പാർട്ട്നേഴ്സിന് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ P&L അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത് എക്സ്പെൻസസും ഇൻകംസുമാണ്. എക്സ്പെൻസസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഐറ്റംസ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റിസർവ് ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ ഐറ്റംസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നമുക്ക് എന്ത് വേണ്ട? പാർട്ട്ണർഷിപ്പ് ഡീഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നോട്ട് ഗൈഡഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗൈഡഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്താ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇയറിൽ ഉണ്ടാകുന്ന റവന്യൂവും എക്സ്പെൻസും മാച്ചിങ് ആയിരിക്കണം. റവന്യൂ ഷുഡ് ബി ഈക്വൽ ടു എക്സ്പെൻസസ് എന്നുള്ളതാണ്. ആ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളിനെ ഫോളോ ചെയ്തിട്ടാണ്. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ടല്ല, മാച്ചിങ് പ്രിൻസിപ്പിളിനെ അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വേണം പോകാനായിട്ട്. ദെൻ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പഠിക്കണം. കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒത്തിരി അധികം ക്വസ്റ്റ്യനുകൾ, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പല മെത്തേഡുകൾ അല്ലെങ്കിൽ പല കണ്ടൻറ്റുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതിലെല്ലാം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ആസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഐറ്റംസ് എന്താണ്? P&L അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നെറ്റ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ നെറ്റ് ലോസ് ആദ്യം എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പെർട്ടിക്കുലേഴ്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതിയാൽ മതി. പാർട്ട്നേഴ്സിന് സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ എഴുതും. റിസർവിലേക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ നമ്മൾ എഴുതും. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഒരു വർഷം നെറ്റ് പ്രോഫിറ്റ് ആണ് ഒരു ഫേമിന് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ വരുന്നതെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എഴുതും. ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ എഴുതുന്ന ഐറ്റം. ഇത് എത്രയും ഐറ്റംസ് എഴുതിയതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ടോട്ടലി ഇത് ബാലൻസ് ചെയ്യുന്നു. ഡെബിറ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബാലൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ഓർ
കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമല്ല ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിലേക്ക്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഈ പ്രോഫിറ്റിനെ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ഓർ എങ്ങോട്ടാണ്, കറണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആണ്, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അത് ലോസ് ആയിരിക്കും. അതും ഇതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എഴുതേണ്ടത് ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അതിൽ നിന്ന് പഠിച്ചു പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ബാലൻസ് ചെയ്ത് വരുന്ന എമൗണ്ട് അത് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ, നോട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ല, ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിസിബിൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. ഇത് അക്കൗണ്ട് മാത്രം പഠിച്ചാൽ പോരാ, നമുക്കിതിൻ്റെ ജേണൽ എൻട്രി ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അക്കൗണ്ടോ എൻട്രിയോ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വരുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഡെബിറ്റിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്രെഡിറ്റിൽ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. സോ ജേണൽ എൻട്രി എങ്ങനെ വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഇനി അത് നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നേരെ തിരിച്ചു വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതായിരിക്കും ജേണൽ എൻട്രി വരിക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതാണ് പാർട്ട്നേഴ്സിൻ്റെ സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ. അപ്പോൾ ഈ റെമ്യൂണറേഷൻ, കമ്മീഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കെല്ലാം തന്നെ 2 എൻട്രി വെച്ച് വരും. ഒന്ന് അത് ഡ്യൂ ആവുന്നതും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. അങ്ങനെ 2 എൻട്രീസും നമുക്കുണ്ടാവും. സോ സാലറി ഓർ കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ആണ് ആദ്യത്തെ എൻട്രി, ഡ്യൂ ആവുന്ന എൻട്രി. ഇനി അതിനെ ക്ലോസ് ചെയ്യാനായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സാലറി കമ്മീഷൻ. അപ്പോൾ ഇത് രണ്ടും നമ്മളോട് ഒരു എൻട്രി ആണ് ചോദിക്കുന്നതെങ്കിൽ, ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനെ മാത്രം എൻട്രി എഴുതിയാൽ പോരാ, ഫസ്റ്റ് എൻട്രി അത് ഡ്യൂ ആവുന്ന എൻട്രിയും അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്യുമ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയും നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ്റെ ഒക്കെ എൻട്രി വരുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. അത് ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചുള്ള എൻട്രിയാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ എങ്ങനെയാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ കമ്മീഷൻസ് അതുപോലെ തന്നെ സാലറിക്കൊക്കെ 2 എൻട്രി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് 2 എൻട്രി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് 2 എൻട്രി ഉണ്ട്. ഇനി വരുന്നത് ജനറൽ റിസർവ് ആണ്. സപ്പോസ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ്, ഒരു എൻട്രി മാത്രമേ ഉള്ളൂ, ആ എൻട്രി പാസ്സാക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് അക്കൗണ്ട് ടോട്ടലി ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ ലോസ് ഉണ്ടാവും. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടും, ലോസ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്നുമായിരിക്കും നമുക്ക് ജേണൽ എൻട്രി വരിക. അപ്പോൾ ഇത്രയും എൻട്രീസ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ നമുക്ക് അക്കൗണ്ട് വേണമെങ്കിലും ചോദിക്കാം, അതുപോലെ തന്നെ ജേണൽ എൻട്രി ആണെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 3 ടേംസ് ആണ്. 3 ടേംസ് പറയുമ്പോൾ നമ്മൾ റിസർവിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തരാൻ സാധ്യതയുള്ള 3 ടേമുകളാണ്. അതായത് റിസർവ് നെറ്റ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ നെറ്റ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട്, ഇങ്ങനെ 3 ടേമുകൾ നമുക്ക് ക്വസ്റ്റ്യനുകളിൽ വരാറുണ്ട്. അപ്പോൾ സപ്പോസ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ജനറൽ റിസർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 50,000 ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് പറയുകയാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% നമുക്ക് എന്ത് ചെയ്യണം, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 50,000ൻ്റെ 10% നമ്മൾ ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജനറൽ റിസർവിലേക്ക് നമുക്ക് എടുക്കാം. എത്ര വരും, നമുക്ക് 5,000 വരും. സോ ജനറൽ റിസർവിലേക്ക് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, 5,000 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 10% എടുത്താൽ മതി. അവിടെ നമുക്ക് വലിയ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം നമ്മൾ പല ക്വസ്റ്റ്യനുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് 10% നെറ്റ് പ്രോഫിറ്റിൻ്റെ. എന്നാൽ 10% ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ
ഈ ഡിവിസിബിൾ പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പം നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് അതിൽ നിന്ന് അപ്രോപ്രിയേഷൻസ് ലൈക്ക് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റെമ്യൂണറേഷൻ, കമ്മീഷൻ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസ് എല്ലാം മൈനസ് ചെയ്യുകയും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഒരു ഐറ്റം നമുക്ക് വരുന്നുള്ളൂ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ, അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഡിവിസിബിൾ പ്രോഫിറ്റ്, അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടുമല്ലോ, അതാണ് ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ 10% എടുക്കാനായിട്ടാണ്. സപ്പോസ് നമ്മളോട് പറയുകയാണ്, ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് 1 lakh ആണ്, സാലറി 50,000 ആണ്. നമ്മളോട് പറയുകയാണ് ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ 10% എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആകെ തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് 1 lakh സാലറി 50,000. സോ 1 lakh നിന്ന് നമ്മൾ 50,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി റിമൈനിങ് ഉള്ളത് 50,000 ആണ്. ഇതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഇതിൻ്റെ 10% ആണ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ജനറൽ റിസർവ് ഇവിടെ എത്ര വരും, 5,000 വരും. സോ ഈ നെറ്റ് പ്രോഫിറ്റും ഡിവിസിബിൾ പ്രോഫിറ്റും രണ്ടാണ്. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി പോവുക. ഇനി ഇതൊന്നും കൂടാതെ വേറൊരു ടേം നമ്മളോട് ചോദിക്കാം, പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്, നെറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ്, രണ്ടും ഒന്നാണ്. നെറ്റ് എന്നുള്ളൊരു ടേം അതിൻ്റെ കൂടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഡിസ്ട്രിബ്യൂട്ടബിൾ അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ കൂടെ നെറ്റ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് നമ്മളോട് പറയുന്നതെങ്കിൽ സെയിം നമ്മളിപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതുപോലെ തന്നെ ചെയ്യുക. എന്തൊക്കെയാണ്, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, സാലറി, അതുപോലെ തന്നെ കമ്മീഷൻ, അങ്ങനെയുള്ള ഐറ്റംസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ റിസർവ് തന്നിട്ടുണ്ടെങ്കിൽ റിസർവും കൂടി മൈനസ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 1 lakh ആണ്, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10,000 ആഡ് ചെയ്തു, പിന്നെ ബാക്കി അപ്രോപ്രിയേഷൻസ്, ഈ റിസർവ് എല്ലാം കൂടി ചേർത്ത് ബാക്കി അപ്രോപ്രിയേഷൻ 44,000, ഇതെല്ലാം കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വരുന്ന വാല്യൂ എത്രയാണ്, 66,000 ആണ്. അതിൻ്റെ 10% എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുവരെ ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡയറക്റ്റ്ലി 10% എടുക്കുകയല്ല ചെയ്യുന്നത്, 10 divided by 100 + 10 എന്ന് വരും. അതായത് പെർസെൻറ്റേജിൻ്റെ കൂടെ നമ്മൾ ആ റേറ്റിൻ്റെ കൂടെ 100ൻ്റെ കൂടെ ഏത് റേറ്റ് ആണോ തന്നിരിക്കുന്നത് അതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, 66,000 × 10 divided by 110 എന്ന് വരും. അപ്പോൾ അതിൻ്റെ 10% നമ്മൾ എടുത്തു കഴിയുമ്പോൾ എത്ര വരും, 6,000 വരും നമുക്ക് എന്ത്, ജനറൽ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ എന്തായിരുന്നു, നെറ്റ് പ്രോഫിറ്റിലാണെങ്കിൽ ഡയറക്റ്റ്ലി 10/100 എടുത്തു, ഡിവിസിബിൾ പ്രോഫിറ്റ് ആണെങ്കിലും 10/100 തന്നെ എടുത്തത്. ബട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ഓർ ലെസ് ചെയ്യേണ്ടി വന്നു. അതേ ആഡ് ഓർ ലെസ് തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ബട്ട് ഡയറക്റ്റ്ലി 10/100 എന്നല്ല നമ്മൾ എടുത്തത്, 10/110 എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതുപോലെ എത്രയാണ്, ഇപ്പോൾ 5% ആണെങ്കിൽ എങ്ങനെ വരും, 5/105 എന്ന് വരും. അങ്ങനെ അപ്പോൾ അതാണ് നെറ്റ് പ്രോഫിറ്റ്, ഡിവിസിബിൾ പ്രോഫിറ്റ്, നെറ്റ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഈ 3 ടേമും നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഈ ഒരു ടേമേ നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന്, അപ്പോൾ ഡയറക്റ്റ്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമുക്കിവിടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കൂടെ പ്രിപ്പയർ ചെയ്യണം. അത് നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അയൂബ് അമിതാർ പാർട്ട്നേഴ്സ് അവരുടെ ഒരു ട്രയൽ ബാലൻസ്, കുറച്ചധികം ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്, ഡെബിറ്റിലും ക്രെഡിറ്റിലുമായിട്ട് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സമയമെടുത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ദെൻ അതിൻ്റെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, റെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മാനേജേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ വേണം, ബാലൻസ് ഷീറ്റ് വേണം. 4 അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എന്താ എഴുതണ്ടേ, ഓപ്പണിംഗ് സ്റ്റോക്കാണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് എത്രയാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്, 45,000 നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ അവിടെ എഴുതുക.
പിന്നെ എന്താണ് നമുക്ക് പർച്ചേസസ് ഉണ്ട്. പർച്ചേസിൽ നിന്ന് നമ്മൾ റിട്ടേൺസ് മൈനസ് ചെയ്യണം അല്ലേ. പർച്ചേസസ് നമുക്ക് 7,60,000 ആണ് തന്നിരിക്കുന്നത്. റിട്ടേൺസ് പർച്ചേസ് റിട്ടേൺ ഒരു 10,000 ഉണ്ട്, അത് മൈനസ് ചെയ്ത് 7,50,000 എഴുതുക. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സെയിൽസ് റിട്ടേണും ഉണ്ട്. സെയിൽസ് 12,50,000 ആണ്, റിട്ടേൺസ് 25,000 ആണ്, മൈനസ് ചെയ്ത് 12,25,000 എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത്, 50,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഇത് ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 12,75,000 വരും. ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും, 4,80,000 വരും. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 4,80,000 ആണ്. എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അടുത്ത അക്കൗണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഓർമ്മയുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ടത് എന്നുള്ളത്. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു, 4,80,000. പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന നമ്മുടെ ട്രയൽ ബാലൻസ് നോക്കിയിട്ട് എന്തൊക്കെ ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുമോ അത് ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. സാലറി ആൻഡ് വേജസ് നമുക്ക് തന്നിട്ടുണ്ട്, 1,80,000 തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, മാനേജേഴ്സ് കമ്മീഷൻ തന്നിട്ടുണ്ട്. 1% ഓഫ് സെയിൽസ് ആണ്, നെറ്റ് സെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചെയ്തു. എന്തായിരുന്നു, 12,25,000 സെയിൽസ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ 1% ആണ്. സോ 1% ഓഫ് 12,25,000 12,250 നമുക്ക് കിട്ടി. പിന്നെ റെൻ്റ് എന്ന് പറയുമ്പം റെൻ്റ് ഓൾറെഡി നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ അതായത് റെൻറ്റ് പേയബിൾ എന്ന് തന്നിട്ടുണ്ട്. പേയബിൾ എന്ന് പറഞ്ഞാൽ അതിനെന്താ നമ്മൾ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് പറയുക അല്ലേ. സോ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എന്താണ്, റെൻറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. സോ റെൻറ്റ് 1,10,000 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് 10,000, 1,20,000 നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുക. ജനറൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു അമിത് തന്നിട്ടുണ്ട്, എഴുതുക. ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ക്വസ്റ്റനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജസ് ഓരോന്നും തന്നിട്ടുണ്ട്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നേക്കുന്നത് എന്താണ്, ഫർണിച്ചർ നമുക്ക് നോക്കാം. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സും കമ്പ്യൂട്ടേഴ്സും നമുക്ക് 20% തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ നിന്നും ഫർണിച്ചറിൻ്റെ 20%, കമ്പ്യൂട്ടറിൻ്റെ 20%, അതുപോലെ തന്നെ മെഷീനറി 10% കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഫർണിച്ചർ വരുമ്പോൾ 10,000 വരും, കമ്പ്യൂട്ടേഴ്സിൻ്റെ 45,000 വരും, മെഷീനറി 30,000 വരും. അതിൻ്റെ ടോട്ടൽ 84,000 നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ എമൗണ്ടിൽ എഴുതുക. അത്രയും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു അയൂബ് അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അക്കൗണ്ട് എന്ത് ചെയ്യുക, ടോട്ടലി ബാലൻസ് ചെയ്യുക. നമുക്ക് ഡെബിറ്റ്സിലാണ് വരുന്നത്, അതായത് നെറ്റ് പ്രോഫിറ്റ് ആണ്, 48,750 ആണ് വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, പി ആൻഡ് എൽ അപ്രോപ്രിയേഷനാണ്. നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ബാലൻസ് ഷീറ്റിലേക്കായിരുന്നു പോകുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ്, അത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ചല്ല നമ്മൾ പഠിച്ചത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അടുത്ത അക്കൗണ്ട് നമുക്ക് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു, 48,750 നമ്മൾ എഴുതുന്നു. പിന്നെ നമുക്ക് ക്വസ്റ്റനിൽ എന്തൊക്കെയാണോ പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിൽ നമുക്ക് എഴുതേണ്ട ഐറ്റംസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ എഴുതുക. വേറെ ഐറ്റംസ് ഒന്നും തന്നെ നമുക്ക് തന്നിട്ടില്ല അല്ലേ, ഡ്രോയിങ്സ് ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല, പാർട്ട്നേഴ്സിൻ്റെ സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ ഇതൊന്നുമില്ല, ജനറൽ റിസർവ് ഇല്ല, ആകെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ടോട്ടൽ ഇത് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 1,650 കിട്ടുന്നു. 1,650 എന്ന് പറയുന്നത് ഡിവിസിബിൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആണ്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷന് കിട്ടുന്ന വാല്യൂ ഡയറക്റ്റ്ലി നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതിയാൽ മാത്രം പോരാ, അതിനെ പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സപ്പോസ് ഇൻ എ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് നോട്ട് ഗിവൺ, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഈക്വലി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 പേർക്കും 825 വെച്ചിട്ട് നമ്മൾ ആ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന അസറ്റുകളും ലയബിലിറ്റീസും എന്താണോ അതിൻ്റെ വാല്യൂയിലുണ്ടായ ചേഞ്ചസ് എന്താണ് അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാലൻസ് ഷീറ്റ് എഴുതാൻ. ഫസ്റ്റ് നമുക്ക് അസറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഫർണിച്ചർ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന വാല്യൂയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ വേണം എഴുതാൻ. പഴയ വാല്യൂ എത്രയായിരുന്നു, 50,000 ആയിരുന്നു. ഡിപ്രീസിയേഷൻ 10,000 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 40,000 വരും.
കമ്പ്യൂട്ടേഴ്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 2,20,000 ആയിരുന്നു. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,76,000 വരും. അതുപോലെ മെഷീനറി നമുക്ക് 3 lakh ആയിരുന്നു. ഡിപ്രീസിയേഷൻ 30,000 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 2,70,000 വരും. അതിനുശേഷം മറ്റ് അസറ്റ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ലോൺ ടു അയ്യൂബ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ ക്യാഷ് എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇൻ ബാങ്കും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, ഒരുമിച്ച് വേണമെങ്കിലും എഴുതാം. എങ്ങനെ എഴുതിയാലും അത് കറക്റ്റ് തന്നെയാണ്. വാല്യൂ കറക്റ്റായിട്ട് എഴുതണം എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞാൽ പിന്നെ ലൈബിലിറ്റി സൈഡാണ്. ലൈബിലിറ്റി സൈഡ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമുക്ക് കുറച്ചധികം കാൽക്കുലേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. ഇപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? നമ്മുടെ എന്താണ് ഡ്രോയിങ്സ് ഉണ്ട്, ഡ്രോയിങ്സ് 60,000 ഉണ്ട്, അത് മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുക. അതുപോലെ 2 പാർട്ട്നേഴ്സിനും എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ടോ, എന്തൊക്കെ ലെസ് ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എമൗണ്ട് എഴുതാൻ. പിന്നെ വരുന്നത് സൺട്രി ക്രെഡിറ്റർ ആണ്. സൺട്രി ക്രെഡിറ്റർ നമുക്ക് എത്രയാണ് വരുന്നത്? 70,000 ആണ്. ലോൺ ബൈ അമത്ത് ഉണ്ട്. പിന്നെ മാനേജേഴ്സ് കമ്മീഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, അത് പേ ചെയ്തിട്ടില്ല, പേയബിൾ ആണ്. പേയബിൾ എന്ന് പറഞ്ഞാൽ ഇനിയും കൊടുക്കാനുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലയബിലിറ്റി. കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ എഴുതി. അതുപോലെ തന്നെ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടാനുള്ളതാണ്. അപ്പോൾ അതൊരു എന്താണ് നമുക്ക് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, എക്സ്പെൻസ് ആണ്, പേ ചെയ്യാനുള്ളതാണ്. സോ 10,000 എന്താണ്? ലയബിലിറ്റി ആണ്. അത് നമ്മൾ എഴുതി. 2 സൈഡും ടോട്ടൽ ചെയ്ത് നമ്മൾ നോക്കുക. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 സൈഡിൻ്റെയും ടോട്ടൽ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. ദാറ്റ് ഈസ് 8,36,000 നമുക്ക് 2 സൈഡും ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ഫുൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത്രയും ഒരു എക്സാമിന്, നമ്മുടെ എക്സാമിന് ഇപ്പോൾ ഇല്ല, ബോർഡിലില്ല. ബട്ട് ഈ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരുന്നത് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോം ആൻഡ് ഹാരി എൻറ്റേർഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്തൗട്ട് എനി പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതെയാണ്. അപ്പോൾ നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ടോമിൻ്റെയും ഹാരിയുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ടോം ലോൺ കൊടുത്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാരി ലോൺ എടുത്തിട്ടുണ്ട് ഫേമിൽ നിന്ന്. പ്രോഫിറ്റ് തന്നിട്ടുണ്ട് നമുക്ക്. പാർട്ട്നേഴ്സ് കുഡ് നോട്ട് എഗ്രി ഓൺ ദി ഇൻട്രസ്റ്റ് റേറ്റ് ഓർ പ്രോഫിറ്റ് ഷെയറിംഗ് ബേസിസ്. പാസ്റ്റ് നെസസറി ജേർണൽ എൻട്രീസ് എന്നാണ് നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി നമുക്ക് വേണം. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ടോമിൻ്റെ ലോൺ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ സംബന്ധിച്ച് എഗ്രിമെൻ്റ് ഇല്ല, ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ച് എഗ്രിമെൻ്റ് ഇല്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു ക്ലിയർ ഐഡിയ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉണ്ടാവണം. നമുക്കിതിൽ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കാൽക്കുലേഷൻസ്, വർക്കിംഗ് നോട്ട് നമുക്ക് ചെയ്ത് വെക്കാനുണ്ട്. ടോമിൻ്റെ ലോണും അതുപോലെ തന്നെ ഹാരിയുടെ ലോണും അതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ടോമിൻ്റെ നോക്കുമ്പോൾ നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഗ്രി ചെയ്തില്ലെങ്കിൽ എങ്ങനെ കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 6% എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് റേറ്റ് ഉണ്ട് അല്ലേ. സോ 6% നമ്മൾ 2 lakhൻ്റെ 5 monthsൽ 5,000 വരും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ ഹാരിയുടെ കേസിൽ ഹാരി ലോൺ എടുത്താണ്, ഫേമിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തതാണ് അല്ലേ. സോ അവിടെ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം റേറ്റ് തന്നിട്ടില്ല അല്ലെങ്കിൽ എഗ്രി ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്, നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് 4,30,000 ആണ്. അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റും കൂടെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4,20,000 വരും നെറ്റ് പ്രോഫിറ്റ് ആയിട്ട്. അതിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ്. അപ്പോൾ വേറെ ഐറ്റംസ് ഒന്നും തന്നെ നമുക്ക് P&L അപ്രോപ്രിയേഷൻ എഴുതുന്ന ഒരു അപ്രോപ്രിയേഷൻ നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം എങ്ങനെ കൊടുക്കണം, ഈക്വലി കൊടുക്കണം. സോ ജേർണൽ എൻട്രി എങ്ങനെ വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ടോംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഹാരീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 4,25,000 നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 2,12,500 ഈച്ച് 2 പാർട്ട്നേഴ്സിന് വരും. ഇനി നമ്മളോട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ബാലൻസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. അപ്പോൾ ഈ ക്വസ്റ്റിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് നമുക്ക് എഴുതാനില്ല. പിന്നെ എന്താ നമുക്കുള്ളത്, ബാങ്ക് അക്കൗണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ട് 5 lakh എന്ന് പറയുന്നത്
ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലാണ്. അവർ ടോമും അതുപോലെ തന്നെ ഹാരിയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കേസാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓപ്പണിംഗ് ബാലൻസ് അല്ല, ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ 5 lakhും 3 lakhും ബൈ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എഴുതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വന്ന പ്രോഫിറ്റിനെ നമ്മൾ 2 പേർക്കും ഡിവൈഡ് ചെയ്ത് എഴുതി. പിന്നെ എന്താണ്, നമ്മൾ അക്കൗണ്ടിനെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ 7,12,500 5,12,500 ആണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടോമിൻ്റെയും ഹാരിയുടെയും ബാലൻസ് ആയിട്ട് വന്നത്. ഇനി അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ലോൺ അക്കൗണ്ടിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ലോൺ എടുത്ത എമൗണ്ട് ഫസ്റ്റ് ലോൺ ബൈ ടോം ആണ്, ടോമിൻ്റെ അക്കൗണ്ടാണ്. ലോൺ എടുത്ത എമൗണ്ട് 2 lakh ആണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 5,000. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 2,05,000 നമുക്ക് വരും ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ ടു ദ ഫേം, നമുക്ക് റേറ്റ് എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ 6% ആണ്. ഫ്രം ഫേം ടു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കണം. പിന്നെ സാലറി കമ്മീഷൻ ഇതൊന്നും നമുക്ക് എഗ്രി ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് ഡീഡ് ഇല്ല എങ്കിൽ ഇതും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് ജസ്റ്റ് ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ, ഇത്രയും കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ചെറിയ ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട്. സോ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതൊക്കെ കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഒരു 8th ക്വസ്റ്റ്യൻ വരുന്നത്, അമൻ ബോമൻ ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി, ബിസിനസ് ക്യാരിഡ് ഫ്രം പ്രോപ്പർട്ടി ഓൺ ബൈ അമൻ. അമൻ്റെ പ്രോപ്പർട്ടി വരുന്നത് അതിൻ്റെ ഒരു ഇയർലി റെൻറ്റ് 24,000 വരുന്നുണ്ട്. അമൻ്റെ സാലറി 1,12,000 ഉണ്ട്. ബോമൻ്റെ കമ്മീഷൻ 5% ഉണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ പ്രൊവൈഡിങ് റെൻറ്റ് 5 lakh ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വർക്കിംഗ് നോട്ടായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് റെൻറ്റ്, നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റെൻറ്റ് 24,000 ആണ്. അതൊരു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. നമ്മൾ ഇവിടെ എഴുതുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്ന ഐറ്റമാണ് റെൻറ്റ് ടു പാർട്ട്ണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്താണ്, നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് അപ്രോപ്രിയേഷൻ ആയിട്ട് വരും. അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഈ 24,000 മൈനസ് ചെയ്യണം. സോ നമുക്ക് 4,76,000 വരും. അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ്. നമുക്ക് ക്വസ്റ്റിനെ 5 lakh തന്നു എന്ന് പറഞ്ഞ് നമ്മൾ 5 lakh എടുക്കരുത്. കാരണം ക്വസ്റ്റിനെ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ പ്രൊവൈഡിങ് റെൻ്റ് ആണ്. റെൻറ്റ് കൊടുത്തതിന് ശേഷമുള്ളതാണ് നമ്മുടെ ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ്. സോ ദാറ്റ് ഈസ് 4,76,000. അതാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. പിന്നെ ബോമൻ്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് ബോമൻ്റെ കമ്മീഷൻ 5% ഓഫ് നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 30 lakh ഉണ്ട്. 30 lakhിൻ്റെ 5% എന്ന് പറയുമ്പോൾ 1,50,000 വരും. അപ്പോൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഫോർമാറ്റിലേക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത ഐറ്റംസ് എഴുതുന്നു. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ആകെയുള്ളത് സാലറിയും കമ്മീഷനുമാണ്. സാലറി അമ്മൻ്റെ ഉണ്ട് 1,20,000, ബൊമ്മൻ്റെ കമ്മീഷൻ ഉണ്ട് 1,50,000. ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ ടോട്ടൽ ഇത് ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ നമുക്ക് 5,76,000 ആണ് വരുന്നത്. ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2,06,000 വരുന്നു. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടില്ല അല്ലെങ്കിൽ ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈക്വലി 2 പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യണം. സോ 1,03,000 ഈച്ച് 2 പാർട്ട്നേഴ്സിനും എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ വരുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസീം ആൻഡ് നിഹാർ സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ 1st April 2022. ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് 3 lakh and 2 lakh. നിഹാറിൻ്റെ സാലറി, അസീമിൻ്റെ കമ്മീഷൻ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അതർ ഡീറ്റെയിൽസിൽ നമുക്ക് തന്നിരിക്കുന്നത് അസീം ഫേമിന് ലോൺ കൊടുത്തു, നിഹാർ ഗിവൺ. ഇത് ഈ നിഹാറിൻ്റെ ലോൺ എന്ന് പറയുന്നത് ബൈ ഫേം ആണ്. ഫേം നിഹാറിന് കൊടുത്ത ലോണാണ്. 2 lakh കൊടുത്തിട്ടുണ്ട്. 1st October കൊടുത്തിരിക്കുന്നത്. മാനേജേഴ്സ് കമ്മീഷൻ വരുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് ബിഫോർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് 2,50,000. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജേർണൽ എൻട്രീസ് എഴുതണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസീമിൻ്റെ കമ്മീഷൻ 10% എന്ന് പറയുന്നത് ആഫ്റ്റർ അലോയിങ് സാലറി ടു നിഹാറാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക.
നിഹാറിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 6 മന്തിലേക്കായിരുന്നു ഇൻട്രസ്റ്റ് വന്നിരുന്നത്. അപ്പോൾ എത്രയാണ്? 2 ലാഖിൻ്റെ 8% ഫോർ 6 months 8,000 വരും നമുക്ക് വാല്യൂ. ദെൻ അസീമിൻ്റെ ലോൺ വരുന്നത് 1 ലാഖിൻ്റെ 8% 8,000. പിന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കണം. നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന 2,50,000 ആണ്. ബട്ട് എന്ത് ചെയ്യണം? ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3,000 മാനേജേഴ്സ് കമ്മീഷൻ, നിഹാറിൻ്റെ ലോൺ 8,000 ഇത് മൈനസ് ചെയ്യുക, അസീമിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 2,47,000 ആണ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് എടുക്കേണ്ടത്. നിഹാറിൻ്റെ സാലറി നമുക്ക് പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. സോ 5,000 × 12 ചെയ്ത് 60,000 എടുക്കുക. അസീമിൻ്റെ കമ്മീഷൻ നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ പേയിങ് സാലറി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നിഹാറിൻ്റെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച 60,000 മൈനസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1,87,000 കിട്ടും. അതിൻ്റെ 10% വേണം എന്ത് ചെയ്യാൻ? അസീമിൻ്റെ കമ്മീഷനായിട്ട് എടുക്കാൻ. സോ 18,700 വരും. ഇൻട്രസ്റ്റ് ഓൺ അസീംസ് ക്യാപിറ്റൽ 3 ലാഖിൻ്റെ 6%, ഇൻട്രസ്റ്റ് ഓൺ നിഹാസ് ക്യാപിറ്റൽ 2 ലാഖിൻ്റെ 6%. ദെൻ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്, അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആണ്. നമുക്കിത് സെപ്പറേറ്റ് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ തന്നെ അത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യം എന്താണ്? നെറ്റ് പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 2,47,000 ആണ് എമൗണ്ട് വരുന്നത്. പിന്നെ അതിനുശേഷം നിഹാറിൻ്റെ സാലറിയുടെ എൻട്രി വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ സാലറി കമ്മീഷൻ പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കെല്ലാം 2 എൻട്രി ഉണ്ട്. ഒന്ന് ഡ്യൂ ആവുന്നതും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും. അപ്പോൾ അത് രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഡ്യൂ ആവുന്നത് നിഹാർ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു നിഹാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000 × 12 ഓൾറെഡി നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. എമൗണ്ട് എത്ര വരും? 60,000 വരും. അതിനുശേഷം അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു നിഹാർ സാലറി. ആ എമൗണ്ട് നമ്മൾ 60,000 ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം വരുന്നത് അസീമിൻ്റെ കമ്മീഷൻ, അസീംസ് കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസീംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 18,700. പിന്നെ അതിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസീംസ് കമ്മീഷൻ 18,700. അത് രണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് അസീമിൻ്റെയും വരുന്നുണ്ട് നിഹാറിൻ്റെയും വരുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു അസീംസ് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ നിഹാസ് ക്യാപിറ്റൽ അക്കൗണ്ടും രണ്ടുപേരുടെയും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് എഴുതുന്നു. അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, രണ്ടിൻ്റെയും കൂടെ ടോട്ടലാണ് നമ്മൾ 30,000 എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം, അത് കറക്റ്റാണ്. ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ടോട്ടലി ഇത് ബാലൻസ് ചെയ്യുന്നു. നമുക്ക് വരുന്ന ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് എത്രയാണ്? 1,38,300 ആണ്. ഇവിടെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗിവൺ ആണ്, 3:2 തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1,38,300 നമ്മൾ പാർട്ട്നേഴ്സിന് 3:2 എന്നുള്ള റേഷ്യോയിൽ, അസീമിന് 1,38,300 × 3/5 നിഹാറിന് 1,38,000 × 300 × 2/5 വെച്ച് രണ്ട് പാർട്ട്നേഴ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് അവർക്ക് വരുന്ന എമൗണ്ട്സ് കൃത്യമായിട്ട് എഴുതുക. 82,980 55,320 ആണ് വരുന്നത്. ഈ എൻട്രി എഴുതുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യാം. ഈ ഒരു എൻട്രി എഴുതാനുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എൻട്രിയിൽ എഴുതിയ പോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഡെബിറ്റ് സൈഡിൽ നിഹാറിൻ്റെ സാലറി, അസീമിൻ്റെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും എഴുതുന്നു. രണ്ട് സൈഡും ടോട്ടൽ ഇത് ബാലൻസ് ചെയ്യുന്നു. 1,38,300 വരുന്നു. 3:2 രണ്ട് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യുന്നു. ഇത് ചെയ്തതിന് ശേഷമാണെങ്കിലും, കാരണം എങ്കിലേ നമുക്ക് കറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ലാസ്റ്റ് എൻട്രി റെക്കോർഡ് ചെയ്താൽ മതി. ഇപ്പോൾ ജേണൽ എൻട്രിയും നമ്മൾ പ്രിപ്പയർ ചെയ്തു, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും കുറച്ചും കൂടി ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സിൻ്റെയും വൈയുടെയും ക്യാപിറ്റൽസ് നമുക്ക് തന്നിട്ടുണ്ട്. മന്ത്ലി സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ലോസ് ആണ്. നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം പ്രോഫിറ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ ലോസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളോട് ജേണൽ എൻട്രിയും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലോസ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റും അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ലോസ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിൻ്റെ സാലറി, റെമ്യൂണറേഷൻ, ഇതൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ഗിവൺ ആയിരിക്കും, ബട്ട് ഇത് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ ക്വസ്റ്റ്യനെ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഫോർമാറ്റ് എടുക്കുക. ആ ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഗിവൺ ആയിട്ടുള്ള വാല്യൂസ് എല്ലാം എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ജേർണൽ എൻട്രി തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ജേർണൽ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 2 lakh ആണ് വന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ചാർജ് ചെയ്യുന്ന ഐറ്റമാണ്, അത് നമുക്ക് എഴുതാം. എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്യൂ ആവുന്ന എൻട്രിയും അത് P&L അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എഴുതുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് അവിടെ എഴുതുക. എന്നിട്ട് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 8,000 വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എമൗണ്ട് എഴുതുന്നു. ബാക്കി ഓരോ ഐറ്റംസും നമുക്ക് വേറെ ക്വസ്റ്റനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, സാലറി തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം ലോസ് ഉള്ള സമയത്ത് നമ്മൾ പേ ചെയ്യാത്ത ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്നും എഴുതണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രം എഴുതിയാൽ മതി. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്കും കൂടി നമ്മൾ ഈ ഐറ്റംസ് എഴുതുന്നു. നെറ്റ് ലോസ് നമ്മൾ 2 lakh എഴുതുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുന്നു. ടോട്ടൽ ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,92,000 ആണ് നെറ്റ് ലോസ് ആയിട്ട് വരുന്നത്. അത് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ക്വസ്റ്റിന് റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വലി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പേർക്കും 96,000 ഈച്ച് വരുന്നു. ലോസിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 96,000, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 96,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ 1,92,000. ഇതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമുക്ക് അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ വെൻ ദി അപ്രോപ്രിയേഷൻ എക്സീഡ്സ് പ്രോഫിറ്റ്, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനെ തന്നിരിക്കുന്ന പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ വർക്കിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള അജയുടെ ക്യാപിറ്റൽ 20 lakh, വിജയ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ആണ്. സാലറി ടു വർക്കിംഗ് പാർട്ട്ണർ 8,000 പെർ മന്ത് ആണ്. അതുപോലെ പ്രോഫിറ്റ് ബിഫോർ പ്രൊവൈഡിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് സാലറി 80,000. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ തന്നെയാണ്. ക്വസ്റ്റനിൽ നമുക്ക് പല രീതിയിൽ ചോദിക്കാം. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്നോ അല്ലെങ്കിൽ ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്നോ പറയാം. രണ്ടും നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20 lakh ആണ് നമുക്ക് ക്യാപിറ്റൽ വരുന്നത്. അതിൻ്റെ 8% എന്ന് പറയുമ്പോൾ 1,60,000 വരും. പിന്നെ വരുന്നത് വിജയുടെ സാലറിയാണ്. സാലറി നമുക്ക് 8,000 പെർ മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 8,000 × 12 96,000 വരും. സോ ടോട്ടൽ നമ്മൾ പേ ചെയ്യാനുള്ള അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് 1,60,000 96,000 ടോട്ടൽ എത്ര വരും, 2,56,000 വരും. ബട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ, 80,000 ഉള്ളൂ. സോ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് 2,56,000, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് 80,000. പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് അപ്രോപ്രിയേഷൻ വരുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവർക്ക് പേ ചെയ്യാനുള്ള അപ്രോപ്രിയേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നമുക്കിവിടെ അജയ് ആൻഡ് വിജയ് 2 പാർട്ട്നേഴ്സ് ആണുള്ളത്. സോ അജയ്ക്കും വിജയ്ക്കും പേ ചെയ്യാനുള്ള അപ്രോപ്രിയേഷനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. അജയ്ക്ക് പേ ചെയ്യാനുള്ള എത്രയാണ്, 1,60,000, വിജയ്ക്ക് പേ ചെയ്യാനുള്ളത് 96,000. ഇതിനെ നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരികയാണ് റേഷ്യോ ആയിട്ട്. അങ്ങനെ റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ 5:3 ആണ്. സോ ടോട്ടൽ അവൈലബിൾ പ്രോഫിറ്റിൻ്റെ 5/8 അജയ്ക്കും 3/8 വിജയ്ക്കും കൊടുക്കണം. സോ നമുക്ക് അവൈലബിൾ പ്രോഫിറ്റ് എത്രയാണ്, 80,000 ആണ്. അപ്പോൾ അത് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇവിടെ തന്നിട്ടുണ്ട് അക്കൗണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് അവൈലബിൾ പ്രോഫിറ്റ് 80,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. അതിനുശേഷം ഈ അവൈലബിൾ പ്രോഫിറ്റിനെ 5:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. സോ 80,000 × 5/8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, അജയ്ക്ക് 50,000, 3/8 ചെയ്യുമ്പോൾ വിജയ്ക്ക് 30,000 വരും. അങ്ങനെയാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ അപ്രോപ്രിയേഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ല, ഇങ്ങനെ ഒരു റേഷ്യോയിലേക്ക് നമ്മൾ അപ്രോപ്രിയേഷനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക്
പേ ചെയ്യാനുള്ള അപ്രോപ്രിയേഷന് ആവശ്യം അത് പേ ചെയ്യാനും മാത്രമുള്ള പ്രോഫിറ്റ് നമുക്കുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യാൻ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ എക്സ്റ്റൻഷൻ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നതാണ്. പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം, അത് പാർട്ട്നേഴ്സിന് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചാർജ് അഗ്നിസ്റ്റ് പ്രോഫിറ്റും അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തു. അത് പ്രോഫിറ്റ് വരുന്ന സിറ്റുവേഷനിലും ലോസ് വരുന്ന സിറ്റുവേഷനിലും എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. മെയിനായിട്ടും ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങളെല്ലാവരും ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ സിമിലർ ആയിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ കമൻറ്റിൽ പറയാം. താങ്ക്